അന്താരാഷ്ട്ര രാഷ്ട്രീയ ഭൂപടത്തിൽ അമേരിക്കയുടെ നയതന്ത്ര സമീപനങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്ന കർക്കശമായ നിലപാടിൽ നിന്ന് എല്ലാ തലത്തിലുള്ള സഹകരണങ്ങളെയും സ്വാഗതം ചെയ്യുന്നു എന്ന നിലപാടിലേക്ക് വാഷിംഗ്ടൺ മാറിയിരിക്കുന്നു. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ഊർജ പ്രതിസന്ധിയും നാറ്റോ സഖ്യകക്ഷികൾക്കിടയിലെ അസ്വാരസ്യങ്ങളുമാണ് ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ മാരിടൈം ഫ്രീഡം കൺസ്ട്രക്ട് എന്ന പേരിൽ പുതിയൊരു നാവിക സഖ്യത്തിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ നീക്കി ആഗോള വിപണിയിലേക്ക് ഇന്ധന ലഭ്യത ഉറപ്പാക്കുക എന്നതാണ് ഇതിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയോടെ ലോകരാജ്യങ്ങളുടെ സഹകരണം തേടുന്നതിലൂടെ അമേരിക്ക തങ്ങളുടെ പഴയ നിലപാടുകൾ തിരുത്തുകയാണെന്ന സൂചനയാണ് നൽകുന്നത്. ഈ പുതിയ നീക്കങ്ങൾക്കിടയിലും യൂറോപ്പിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം പിൻവലിക്കുമെന്ന ഭീഷണി ട്രംപ് ഭരണകൂടം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിച്ച് മെർസ് ഉൾപ്പെടെയുള്ള നാറ്റോ സഖ്യകക്ഷികളിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളാണ് അമേരിക്കയെ ഇത്തരമൊരു സമ്മർദ്ദ തന്ത്രത്തിലേക്ക് നയിച്ചത്. പ്രതിരോധ ചെലവുകൾ പങ്കിടുന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നാറ്റോയ്ക്കുള്ളിലെ ഐക്യത്തിന് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ പുതിയ നയതന്ത്ര നീക്കം ഏറെ പ്രാധാന്യമർഹിക്കുന്നത് വരാനിരിക്കുന്ന നിർണായകമായ ഒരു കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിലാണ്. ബീജിംഗിൽ വെച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്താൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ നാവിക സഖ്യത്തിനായുള്ള ആഹ്വാനം നടന്നിരിക്കുന്നത്. ലോകത്തിലെ രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള ചർച്ചകൾക്ക് മുൻപ് തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനുള്ള അമേരിക്കയുടെ ശ്രമമായി ഇതിനെ കാണാം. ആഗോള ഊർജ വിപണിയിലെ തകർച്ച തടയുന്നതിന് ഇറാനുമായുള്ള കൊമ്പ് കോർക്കലിൽ സഖ്യകക്ഷികളെ ഒപ്പം നിർത്തുക എന്നത് അമേരിക്കയ്ക്ക് ഇപ്പോൾ അനിവാര്യമായിരിക്കുന്നു. തനിച്ചു നിൽക്കാനുള്ള താല്പര്യം മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു രാജ്യങ്ങളെ തങ്ങളുടെ നാവിക താവളങ്ങളിലേക്കും സുരക്ഷാ സംരംഭങ്ങളിലേക്കും ക്ഷണിക്കുന്നതിലൂടെ പ്രായോഗികമായ ഒരു നയതന്ത്ര പാതയാണ് വാഷിംഗ്ടൺ സ്വീകരിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ തുടക്കമാകുമെന്ന് നിരീക്ഷകർ കരുതുന്നു. ഉപരോധങ്ങളും നയതന്ത്ര പ്രതിസന്ധികളും നിറഞ്ഞ ഈ സാഹചര്യത്തിൽ സഖ്യകക്ഷികളെ ചേർത്തു പിടിച്ചുകൊണ്ട് മുന്നേറാനാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇറാനിൽ നിന്നുള്ള വെല്ലുവിളികൾ നേരിടാനും ആഗോളതലത്തിൽ തങ്ങളുടെ മേധാവിത്വം നിലനിർത്താനും ഈ പുതിയ കൂട്ടായ്മ എത്രത്തോളം സഹായിക്കുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ചൈനയുമായുള്ള ഉച്ചകോടിക്ക് മുൻപായി ലോകരാജ്യങ്ങളെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള ഈ തന്ത്രപരമായ നീക്കം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്.